അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുബ്തിലാത്തുസ് സ്വലാത്ത്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഏതൊരു വിശ്വാസിയും അവൻ ജീവനുണ്ടോ എങ്കിൽ അവൻ എത്ര കടപ്പിലാണെങ്കിലും ശരി, അവൻ നിസ്കാരം നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം കടപ്പിലുള്ള ആളുകൾക്കുള്ള നിസ്കാരവും ആരോഗ്യവാനായ ആളുടെ നിസ്കാരവും അത് രണ്ടും രണ്ട് രീതിയിലാണ്. അത് വേറെ വിഷയം. ഏതായാലും ജീവനുള്ള കാലത്തോളം ഒരു വിശ്വാസിക്ക് നിസ്കാരം നിർബന്ധമാണ് എന്നതിൽ തർക്കമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ നിസ്കാരം നിഷ്പ്രഭമായി പോകാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നതാണ് പറയാൻ പോകുന്നത്. മുബ്തിലാത്തുസ് സ്വലാത്ത്, നിസ്കാരം ബാത്തിലാക്കി കളയുന്ന, നിസ്കാരത്തെ തന്നെ നിഷ്പ്രഭമാക്കി കളയുന്ന കാര്യങ്ങളാണ്. തബ്തുലു സ്വലാത്തു, നിസ്കാരം ബാത്തിലായി പോകും, നിഷ്പ്രഭമായി പോകും. ബു ഉമൂരിൻ, ധാരാളം കാര്യങ്ങളെ കൊണ്ട്. മിൻഹ, ആ നിസ്കാരം ബാത്തിലാക്കി കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് മാ, ചില കാര്യങ്ങൾ. യുബ്തിലു, ആ ഒന്ന് മാ ചില കാര്യങ്ങൾ. യുബ്തിലു, ബാത്തിലാക്കും. അംദുഹു, ആ ഒന്നിനെ മനഃപൂർവ്വം ചെയ്യൽ. വസഹു, അതിനെ മറന്നു ചെയ്യലും. അപ്പോൾ മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും ബാത്തിലാക്കുന്ന ചില കാര്യങ്ങൾ നിസ്കാരം ബാത്തിലാക്കുന്നതിലുണ്ട്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ആ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മാ, ചില കാര്യങ്ങൾ. യുബ്തിലു അംദുഹു, അതിനെ ബോധപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. വലാ യുബ്തിലു സഹു, അതിനെ മറന്നു ചെയ്താൽ നിസ്കാരം ബാത്തിലാകൂല. അങ്ങനത്തെ കാര്യങ്ങളും നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. വമിൻഹ, ആ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മാ, ചില കാര്യങ്ങൾ. ഫീഹി, ആ കാര്യങ്ങളിലുണ്ട് തഫ്സീലുൻ, കുറച്ച് വിശദീകരണമുണ്ട്, വിശദീകരിച്ചു പറയേണ്ടതുണ്ട്. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇനി ഒന്നാം കാറ്റഗറിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. മാ യുബ്തിലു അംദുഹു, അതിനെ ബോധപൂർവം ചെയ്താലും വസഹു, മറന്നു ചെയ്താലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഏതൊക്കെയാണ് അത്? ഒന്നാമത്തത് നിയ്യത്തു ഖതഇ സ്വലാത്തി, നിസ്കാരത്തെ മുറിച്ചു കളയുന്നു എന്നൊരാൾ കരുതി. നിസ്കാരത്തിൻ്റെ ഇടയിൽ ഞാൻ നിസ്കാരം മുറിച്ച് കളയാൻ, അതോടുകൂടെ കഴിഞ്ഞു. അവി തറദ്ദുദു ഫീഹി, നിസ്കാരം മുറിച്ച് കളയണോ എന്ന വിഷയത്തിൽ ഓൻ ഇടയാട്ടത്തിലായി. ഇടയാട്ടം എന്ന എക്കാചക്ക, അങ്ങോട്ട് മുറിച്ച് കളയണോ വേണ്ടേ എന്നിങ്ങനെ എക്കാചക്കാലായി നിന്നാൽ തന്നെ നിസ്കാരം ബാത്തിലായിപ്പോയി. ഈ ഫീഹി എന്നുള്ള മീറ ഖതയിലേക്ക്, നിസ്കാരം മുറിച്ചു കളയുന്ന വിഷയത്തിൽ ഓൻ തറദ്ദുദലായി, അങ്ങോട്ടാണ് ആ ഫീഹ് മടങ്ങുന്നത്. അല്ലെങ്കിൽ താലീഖുഹു, അവൻ ബന്ധിപ്പിച്ചു. ബിഷൈഹിൻ, നിസ്കാരം മുറിച്ചു കളയലിനെ, ഹു പറഞ്ഞാൽ നിസ്കാരത്തെ കത്ത് ചെയ്യുക, ആ നിസ്കാരം മുറിച്ചു കളയലിനെ ബന്ധിപ്പിക്കൽ. ബിഷൈഇൻ, ഒരു വസ്തുവുമായിട്ട്. എങ്ങനത്തെ വസ്തുവാണ്? വൈരി മുഹാലിൻ അഖ്ലീൻ, ബുദ്ധിപരമായിട്ട് അസംഭവ്യമല്ലാത്തൊരു കാര്യവുമായി ബന്ധിപ്പിച്ചു കളഞ്ഞു. ഒരു ഉദാഹരണം പറയാം, അവിടെ തന്നെ പറയുന്നുണ്ട്. ഒരു വണ്ടി വന്നാൽ ഞാൻ നിസ്കാരം മുറിച്ചു കളയും, അങ്ങനെ പറയലോടുകൂടെ നിസ്കാരം ബാത്തിലാകും. ഇനി ഇവിടെ ബുദ്ധിപരമായി അസാധ്യമായ കാര്യം, അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. അങ്ങനത്തെ കാര്യമായി ബന്ധിപ്പിച്ച നിസ്കാരം ബാത്തിലാവുന്നില്ല. ഇതുപോലെ ഞാൻ ഒരേ സമയത്ത് നിൽക്കുകയും ഇരിക്കുകയും ചെയ്താൽ എൻ്റെ നിസ്കാരം മുറിച്ചു കളയും. അത് നടക്കുമോ? ഒരേ സമയത്ത് തന്നെ ഇരിക്കാനും ആർക്കും കഴിയില്ലല്ലോ. അവരുടെ ബുദ്ധി തന്നെ അസംഭവ്യമായി കാണുന്ന കാര്യമാണ്. അങ്ങനത്തെ അഖ്ലി അല്ലാത്ത ഏത് കാര്യവുമായി ബന്ധിപ്പിച്ചാലും കഴിയും. ഒരു ഉദാഹരണം പറയാം. പിന്നെ അഖ്ലി അല്ലാത്ത ഒരു ആദിയായിട്ട് മുഹാലായ ചില സംഗതികളുണ്ട്. ആദിയായിട്ട് പറഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ്. ഇപ്പോൾ മനുഷ്യന് എനിക്ക് പറക്കാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിസ്കാരം മുറിച്ചു കളയും. ഇതെന്താണ്? അഖ്ലിയായിട്ട് മുഹാലൊന്നുമല്ല. അഖ്ലിയായിട്ട് മുഹാല് അല്ല. നമുക്ക് വേണമെങ്കിൽ മനുഷ്യന് പറന്നുകൂടെ, അവന് ചിറകൊക്കെ വെച്ചിട്ട് പറക്കാമല്ലോ. പക്ഷെ അത് ആദ്യമായിട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ മനുഷ്യൻ പറക്കാൻ കഴിയാല്ല. സാധാരണഗതിയിൽ ഇത് അസംഭവ്യമായ കാര്യമാണ്. ഇങ്ങനത്തെ കാര്യത്തിനോട് അവൻ ബന്ധിപ്പിച്ച് പറഞ്ഞാലും അവൻ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഞങ്ങൾക്ക് പറക്കാൻ കഴിഞ്ഞാൽ നിസ്കാരം മുറിച്ച് കളയും, അതോടുകൂടെ നിസ്കാരം കഴിഞ്ഞു. ഏതുപോലെ കമായിദ നവ, ഒരാൾ സങ്കല്പിക്കൽ പോലെ. എന്ത്? ഇൻ ജാ അൽ മർക്കബു, വാഹനം വന്നാൽ ഖതഅ്തു സ്വലാത്തി, ഞാൻ എൻ്റെ നിസ്കാരത്തെ മുറിച്ച് കളയും എന്നൊരാൾ സങ്കല്പിച്ചു, കരുതുക. നവാന കരുതി. ഇങ്ങനെ കരുതലോടുകൂടെ നിസ്കാരം അങ്ങ് ബാത്തിലായി പോകും. രണ്ടാമത്തെ കാര്യം ഫിഅലുൻ ഫായിഷുൻ, മോശമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യുക. നിസ്കാരത്തിനോട് ഉതകാത്ത, നിസ്കാരത്തിൻ്റെ ആ ഹുറുമത്തിന് തന്നെ ഭംഗം വരുത്തുന്ന, മോശമായി തീരുന്ന കാര്യങ്ങൾ ചെയ്യൽ.
വൈൻകല്ലാതെ അത്ര കുറഞ്ഞാലും ശരി നിസ്കാരം ബാത്തിലായി പോകും. ഏതുപോലെ വസ്ബത്തിൻ, ഒരു ചാട്ടം പോലെ, ഒറ്റ ചാട്ടം ഉണ്ടായിട്ടുള്ളൂ, മൂന്നതൊന്നും വന്നിട്ടില്ലാതെ, എന്നാലും നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ദർബത്തിൻ മുഫ്തിത്വത്തിൻ, അതിരുവിട്ടതായ അടി പോലെ, ഇതൊന്നും നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അതോടുകൂടെ നിസ്കാരം ബാത്തിലാണ്. മൂന്നാമത്തെ കാര്യം ഫീലും ഗസീറുൻ, അധികരിച്ചതായ പ്രവർത്തനങ്ങൾ നിസ്കാരം ബാത്തിലാക്കും. എങ്ങനത്തെ അധികരിച്ച പ്രവർത്തനം? യക്കീനൻ, ഉറപ്പായ നിലയിലുള്ള, വിലാൻ തുടർച്ചയായ നിലയിലുള്ള. അപ്പോൾ തുടർച്ചയായി ഉറപ്പായിട്ടും കൂടുതൽ കാര്യങ്ങൾ അവൻ ചെയ്തു. എന്തുകൊണ്ട് ചെയ്ത? ബി ഉദുവിൻ സക്കീൽ, ഭാരമുള്ളതായ അവയവങ്ങളെ കൊണ്ട് ചെയ്തു. ഏതുപോലെ ഭാരമുള്ള അവയവം എന്ന് പറഞ്ഞാൽ കരിജി, കാലുപോലെ. ഇപ്പം ഭാരമില്ലാത്ത അവയവമൊക്കെ നമ്മൾ കൺപോള കൊണ്ടൊക്കെ ഇങ്ങനെ കണ്ണ് ചിമ്മി, ഇതൊന്നും ഇങ്ങനെ കുറേ അധികരിച്ച പ്രവർത്തനം ചെയ്ത നിസ്കാരം ബാത്തിലാവില്ല. കാരണം അത് ഭാരമില്ലാത്ത അവയവമാണല്ലോ. ശേഷം പറയും ഇങ്ങനെ ഭാരമുള്ളതായ അവയവങ്ങളെ കൊണ്ട് തുടർച്ചയായ ഉറപ്പെന്നൽക്കുള്ളതായ അധികരിച്ച പ്രവർത്തനം ചെയ്ത നിസ്കാരം ബാത്തിലാണ്. അത് തന്നെ എങ്ങനെ ചെയ്യണം? ആലിമൻ, അവൻ തന്നെ അറിഞ്ഞവൻ, ആ നിലയിൽ അവൻ അറിയാം ഇങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന അവൻ അറിയാം. അല്ലെങ്കിൽ ജാഹിലൻ, അവൻ അറിവില്ലാത്തവനാണ്. പക്ഷേ വൈറ മൗദൂറിൻ, ഉതിരില്ലാത്ത അറിവില്ലാത്ത ആളാണ്. ഉതിറുള്ള ആൾ, നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ പുതിയ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ, അവൻ ഉതിറുള്ള ആളാണ്. കാരണം അവൻ ഇപ്പം തന്നെ എല്ലാ മസാലകളും പഠിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ അവൻ എന്താണ്? ആദിവാസിയാണ്, അവനക്ക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഉതിറുള്ള ആളുകളാണ്. ഇവരല്ലാത്ത, ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുടെ ഭാഗത്ത് നിന്നോ ഇങ്ങനെ തുടർച്ചയായ ഉറപ്പെന്നൽക്കുള്ള അധികരിച്ച പ്രവർത്തനം ഉണ്ടായാൽ നിസ്കാരം ബാത്തിലായി പോകും. ഉദാഹരണം പറയാം, സലാസി മലആത്തിൻ, 3 ചവക്കൽ പോലെ, ഔ ദറബാത്തിൻ, അല്ലെങ്കിൽ അടിക്കൽ പോലെ, ഔ ഹതവാത്തിൻ മുതവാലിയത്തിൻ, തുടർച്ചയായുള്ള ചാട്ടം പോലെ, ചവിട്ടടി. ഹതവാത്താണ് ചവിട്ടടി പോലെ. എവിടെ? ഫി വൈരി ഷിദ്ദത്തിൽ ഖൗഫി, ഭയം അധികരിച്ച സ്ഥലത്തല്ലാത്തോടത്ത്. ഭയം അധികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് കൊത്താൻ വന്നു, ഈ സമയത്ത് 3 ചവിട്ടടി ഉണ്ടായി വിചാരിച്ച് കുഴപ്പമില്ല. ഇങ്ങനെ, അല്ലെങ്കിൽ ശത്രു കൊല്ലാൻ വന്നു, ഇത്തരം സന്ദർഭങ്ങൾ അല്ലാത്തോടത്ത്, അതൊക്കെ ഭയം ശക്തമാകുന്ന സ്ഥലമാണ്. ഇതല്ലാത്തോടത്താണ് ഈ അധികരിച്ച പ്രവർത്തനം ഉണ്ടെങ്കിൽ എന്നാൽ ബാത്തിലാകും. വനഫുലിസ് സഫരി, യാത്രക്കാരൻ്റെ സുന്നത്തസ്കാരത്തിലുമല്ല. ഇതൊക്കെ എന്താ കാരണം? ഈ ഘട്ടങ്ങളിലൊക്കെ യാത്രക്കാരൻ്റെ ഹലാലായ യാത്രക്കാരൻ്റെ സുന്നത്തസ്കാരത്തിൽ അവൻ എന്താക്കാം? ഇങ്ങനെ ഇളകുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ഇങ്ങനെയൊന്നും അല്ലാതെയാണ് അവൻ്റെ അധികരിച്ച പ്രവർത്തനം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിസ്കാരം ബാത്തിലാണ്. അതെന്താ കാരണം? വലിയ ഒയ്രിയ തൊറൂറത്തിൻ, ഇതൊന്നും അനിവാര്യമായ കാര്യമല്ലാത്തതിന് വേണ്ടി, വലൗ സഹുവൻ, ഇത് മറന്നിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്തതെങ്കിലും നിസ്കാരം ബാത്തിലായി പോകും. പക്ഷേ അത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുൽ ഉമ്മി വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.